പറഞ്ഞു വന്നത് നമ്മുടെ ആദ്യഘട്ടത്തിലെ പാളിച്ചകൾ, അത് വൈകാരിക പ്രകടനങ്ങളുണ്ടായ പാളിച്ചകളുമൊക്കെ ഇനി അതെല്ലാം മാറ്റി നിർത്താം. ഇനി ഈ വാഹനം കണ്ടെത്തുക എന്ന ഒരു ദൗത്യത്തിലേക്ക് ഈ സംയുക്ത സേനാ വിഭാഗത്തിൻ്റെ യോഗം കഴിഞ്ഞോ? അതിലെ തീരുമാനങ്ങൾ എങ്ങനെയാണ്? ഇന്നിനി സാധ്യമല്ലല്ലോ ഒന്നും. നാളെ രാവിലെ മുതൽ അതിനുള്ള കൂടുതൽ മെഷീനറികളൊക്കെ എപ്പോഴത്തേക്ക് എത്തും? എന്തൊക്കെയാണ് തീരുമാനങ്ങൾ? യോഗം കഴിഞ്ഞിട്ടില്ല ദിവേഷ്. യോഗം ഇപ്പോഴും തുടരുകയാണ്. നമ്മുടെ MLA മാർ പങ്കെടുക്കുന്നുണ്ട്, കർണാടക MLA മാർ പങ്കെടുക്കുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്, സേനാ വിഭാഗങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിന്റെ ലക്ഷ്യം തെരച്ചിൽ നിർത്തിയിട്ടുമില്ല, തെരച്ചിൽ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് വിധത്തിൽ ഈ തെരച്ചിൽ നാളെ പുരോഗമിക്കണം, നാളെ ഏത് വിധത്തിൽ ഇത് കൊണ്ടുപോകണം, ഈ കണ്ടെത്തിയ ട്രക്കിലേക്ക് ചെന്നെത്താനുള്ള മാർഗങ്ങൾ എന്ത്, അതിന് എന്തൊക്കെ യന്ത്ര സംവിധാനങ്ങൾ കൂടുതലായി എത്തിക്കേണ്ടതുണ്ട്. നേരത്തെ തന്നെ രാവിലെ മേജർ ഇന്ത്യയിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അദ്ദേഹം കൂടുതൽ സംവിധാനങ്ങളുമായി എത്തും. ഇത് ഡിറ്റക്ട് ചെയ്യാനുള്ള കുറച്ചുകൂടി ഉയർന്ന വിധത്തിലുള്ള സംവിധാനങ്ങളുമായി കരസേന എത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് അടക്കമുള്ള കാര്യങ്ങൾ എത്രത്തോളം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാം, അത് കണ്ടെത്തി കഴിഞ്ഞ സാധനങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നേവി കണ്ടെത്തിയ സാധനങ്ങൾ അത് 19 അടി താഴ്ചയിലാണ്, 40 മുതൽ 50 അടി വരെ താഴ്ചയിൽ ചേറിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അത് മാറ്റിയെടുക്കുക എന്നുള്ളത് അതീവ ശ്രമകരമായ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് എത്രമാത്രം സമയമെടുക്കും എന്ന കാര്യത്തിലൊന്നും ഒരു തീരുമാനവും ഇപ്പോഴും ആയിട്ടില്ല. ആ സമയം അതിന്റെ മാർഗങ്ങൾ എന്തൊക്കെ എന്ന കാര്യങ്ങളാണ് ഇപ്പോഴും ആലോചിക്കുന്നത്. അത് എത്രത്തോളം വേഗത്തിൽ, എത്രത്തോളം ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെല്ലാൻ പറ്റും. സ്വാഭാവികമായിട്ട് അവർ ഉദ്ദേശിക്കുന്നത് തീരത്ത് പുതിയ ബ്രേക്കറുകൾ വെച്ചുകൊണ്ട് സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഈ യന്ത്രങ്ങൾ നിർത്തിക്കൊണ്ട് കടന്നെത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു മാർഗം. കാരണം 20 മീറ്റർ അപ്പുറത്ത് എന്ന് പറയുമ്പോൾ ഈ വലിയ യന്ത്രക്കൈ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ മണ്ണ് മാറ്റാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും നമ്മുടെ മുന്നിലൂടെ കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളെല്ലാം ആ പ്രദേശത്തേക്ക് എത്തിക്കുന്നു. കൂടുതൽ മണ്ണ് അതിവേഗം മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നതാണ് ഈ നിമിഷത്തിലും നമുക്ക് കാണാനാവുന്നത്. പക്ഷേ അപ്പോഴും അതൊരു എളുപ്പപ്പണിയല്ല. നമ്മൾ എളുപ്പത്തിൽ വിചാരിക്കുന്നത് പോലെ തീർക്കാനാവുന്ന ഒന്നുമല്ല. കാരണം മാറ്റുന്നതിനനുസരിച്ച് അനുനിമിഷം മണ്ണ് വീണ്ടും ചേറ് വന്നു നിറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 40-45 അടിയിലധികം താഴെ ചെളിയിൽ പുതഞ്ഞു കിടക്കുന്ന ഒരു ലോറിയാണ് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. അതിനുള്ള സംവിധാനങ്ങൾ പ്രത്യേകിച്ചും കാലാവസ്ഥ തീർത്തും പ്രതികൂലമാണ് എന്നതുകൂടി പരിഗണിക്കുമ്പോൾ സമയമെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് നിമിഷ്. ആ ശ്രമങ്ങളാണ് ഇപ്പോഴും തുടരുന്നത്. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. യോഗം കഴിഞ്ഞിട്ടില്ല. നാളേക്കുള്ള മാസ്റ്റർ പ്ലാൻ എന്ത് എന്നുള്ളത് അല്പസമയത്തിനുള്ളിൽ വ്യക്തമാകും എന്ന് കരുതുന്നു. ആ യോഗം ഏതൊക്കെ സംവിധാനങ്ങൾ, കാരണം രാവിലെ മേജർ ഇന്ദ്രപാൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗോവയിൽ വന്നതിന് ശേഷം അദ്ദേഹം എല്ലാ വിഭാഗങ്ങളുമായി കൂടി കൂട്ടിയാലോചിക്കുന്നുണ്ട്. അതിനുശേഷമേ അന്തിമ തീരുമാനമാകുള്ളൂ. നാളെ ഉച്ചയോടെ ആ സംവിധാനങ്ങൾ കൂടി ഇവിടെ എത്തും എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ നാളെ ഒരുപക്ഷെ ഇന്ന് രാത്രി തുടരും എന്ന് പറയുമ്പോഴും വെളിച്ചക്കുറവുണ്ട്. ഒരു വശത്ത് മഴ, മറ്റൊരു വശത്ത് കാറ്റ് വലിയ പ്രതിസന്ധിയാവുന്നുണ്ട്. നദിയിൽ ഇറങ്ങുക എന്ന് പറയുന്നത് അസാധ്യമാവുന്നുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ രാത്രി തെരച്ചിൽ തുടരാനുള്ള സാധ്യത ഇപ്പോൾ കുറവാണ്. കാരണം ആ പ്രദേശത്തിന്റെ വളരെ ഫ്രജൈലായിട്ടുള്ളൊരു അവസ്ഥ കൂടിയുണ്ട്. അതീവ പരിസ്ഥിതി ലോലമായ ഒരു മേഖലയിൽ ഒരു ചെറിയ മഴ പോലും വലിയ നീർച്ചാട്ടങ്ങൾക്ക് കാരണമാകുന്ന ഒരു മേഖലയിൽ കുറെ കൂടി കരുതലോടെ മാത്രമേ പ്രവർത്തിക്കുക സാധ്യമാവുകയുള്ളൂ. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അത് നാളെ കുറച്ചുകൂടി കാലാവസ്ഥ അനുകൂലമാകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇന്നലെയും അത് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഏതാണ്ട് ഒരു മണിക്ക് ശേഷം 2 മണിയോടുകൂടി മഴ കളം പിടിക്കുന്നതാണ് കണ്ടത്. നേരം രാവിലെ ഇന്നലത്തെക്കാൾ കൂടുതൽ നേരം ഇന്ന് മഴ പെയ്യുന്ന അവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കാരണം ഇന്നത്തെ മഴ കുറെ കൂടി രൂക്ഷമായും ശക്തമായും ചീറിയടിക്കുന്ന മഴയായിരുന്നു എന്നുള്ളത് കൂടി കാണേണ്ടതുണ്ട്. അവിടെ അതും തുള്ളിക്കരുകൂടം എന്ന് പറയുന്ന വിധത്തിലുള്ള കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രക്ഷാപ്രവർത്തനത്തിന് തീർച്ചയായിട്ടും വലിയ തോതിൽ, ഈ തെരച്ചിലിനൊക്കെ അത് വലിയ തോതിൽ വിഘാതമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ തെരച്ചിൽ നിർത്തിവെച്ചിട്ടില്ല. അത് എത്രത്തോളം വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, എത്രത്തോളം വേഗത്തിൽ പുരോഗമിപ്പിക്കാൻ കഴിയും എന്നുള്ള പരിശ്രമങ്ങളാണ് വീഴ്ചപ്പോഴും തുടരുന്നത്.